പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പേഷ്യൻറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് പ്രീനേറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻസി ടൈമിംഗ് വളരെ ലേറ്റായി. മിക്കവാറും 25 ഇയേഴ്സ് കഴിഞ്ഞാണ്. പ്രോബ്ലംസ് 30 വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, ഇതൊക്കെ നേരത്തെ കണ്ടുപിടിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്താൽ പ്രഗ്നൻസിയുടെ സമയത്ത് പ്രോബ്ലംസ് വളരെ കുറഞ്ഞിരിക്കും. പേഷ്യൻ്റ് വന്നാൽ നമ്മൾ അവരുടെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുക്കുകയാണ്. തൈറോയിഡിനോ ഡയബറ്റീസോ, ഇപ്പോൾ ഡയബറ്റീസ്, ബ്ലഡ് ഹൈപ്പർ ടെൻഷൻ എല്ലാം വളരെ ഏർലി ആയിട്ട് ആളുകളിൽ കാണുന്നുണ്ട്. അങ്ങനൊരു ടെൻഡൻസി ഉള്ള കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് നേരത്തെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഓപ്റ്റിമൽ കണ്ടീഷൻ ആക്കിയിട്ട് നമുക്ക് പ്രഗ്നൻസി തുടങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ എല്ലാ പ്രഗ്നൻസിയും പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന വൈറ്റമിൻ അഡ്വൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഫസ്റ്റ് 3 months ഓഫ് പ്രഗ്നൻസി കൂടുതൽ ഈ വൈറ്റമിൻ്റെ റിക്വയർമെൻ്റ് ഉള്ളതുകൊണ്ടാണ്. അത് അബ്നോർമാലിറ്റീസ് ലൈക്ക് ന്യൂറൽ ട്യൂബ്, ബ്രെയിൻ്റെ ഒക്കെ അബ്നോർമാലിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫോളിക് ആസിഡ് പ്രഗ്നൻസിക്ക് 3 മാസം മുമ്പ് തന്നെ തുടങ്ങുന്നത്. ഒത്തിരി വെയിറ്റ് കൂടുതലുള്ളവരോട് വെയിറ്റ് റിഡക്ഷന് വേണ്ടി അഡ്വൈസ് ചെയ്യും. അല്ലെങ്കിൽ പ്രഗ്നൻസി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വെയിറ്റ് നമുക്ക് എപ്പോഴും പ്രോബ്ലമായിട്ട് തീരും. പിന്നെ പ്രഗ്നൻസി ആയാൽ ഉടനെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. ആദ്യത്തെ 3 മാസമാണ് പ്രഗ്നൻസിയുടെ ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. എന്ന് വെച്ചാൽ പ്രഗ്നൻസിയുടെ ഹോർമോൺസ് കൊണ്ടായിരിക്കാം അവർക്ക് നോസിയ, വോമിറ്റിംഗ് ഒക്കെ കാണും. ഇത് പേടിക്കാനായിട്ട് യാതൊരു കാര്യവുമില്ല. റെഗുലറായിട്ട് ഭക്ഷണം കഴിക്കുക, ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അഡ്വൈസും. പിന്നെ പഴയ കാലത്ത് നമ്മുടെ വീടുകളിൽ പ്രായമുള്ളവരുണ്ടായിരുന്നു ഇവരെ ഉപദേശിക്കാൻ. ഇപ്പോൾ ഈ അണുകുടുംബമായപ്പോൾ വേറെ ആരുമില്ല. ഹസ്ബൻഡ് ജോലിക്ക് പോകും. പിന്നെ ഇത് ഷെയർ ചെയ്യാനോ ഇതേപ്പറ്റിയുള്ള സംശയം ചോദിക്കാനോ ആരുമില്ല. അപ്പം ഒരു ഡോക്ടറെ കണ്ട് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് ഫസ്റ്റ് 3 months ഉള്ള കാര്യങ്ങളെന്നുള്ള അറിഞ്ഞിരുന്നാൽ വളരെ ചെക്കപ്പിനെ പറ്റിയും കഴിക്കേണ്ട ഭക്ഷണത്തെ പറ്റിയും എക്സസൈസിനെ പറ്റിയൊക്കെ അറിഞ്ഞിരുന്നാൽ പിന്നെ അവർക്ക് ആ ഒരു ടെൻഷൻ പ്രഗ്നൻസിയെ പറ്റി ഉണ്ടാകത്തില്ല.